ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് പുറത്ത് പോകാനൊന്നും സാധിച്ചില്ല, ഔട്ടിങ്ങിനൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമെന്ന് കരുതി. അങ്ങനെ വൈകിട്ട് ഞങ്ങളെന്നാൽ ചിക്കനും ബിരിയാണിയൊക്കെ വയ്ക്കാമെന്ന് കരുതിയിട്ട് അതിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. അതിനേക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ റെഡിയാക്കിയൊക്കെ ഏകദേശം സെറ്റാക്കി വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ പോയി വാങ്ങിയില്ല, ഇവിടെ അടുത്ത സ്റ്റാളിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞ് അവർ വീട്ടിൽ കൊണ്ട് തരും. പിന്നെ അതിലേക്കുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. തമ്പുരുവിന് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്, അതുപോലെ തന്നെ എനിക്കും. ഇവിടെ കുട്ടേട്ടനും അമ്മയ്ക്കൊന്നും അത്ര പ്രിയമല്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ വെക്കാമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാനൊരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഫീല് ഇടയ്ക്കൊക്കെ ഇവിടെ കിട്ടാറുള്ളൂ. കാരണം ഇവിടെ ഞാനും തമ്പുരും മാത്രമേ ഭക്ഷണപ്രിയരുള്ളൂ. ഏട്ടനും അമ്മയൊന്നും അത്ര ഭക്ഷണത്തിനോട് അത്രയും ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നുമല്ല. ഈ വീഡിയോ എടുത്തു തരുന്നത് കുട്ടേട്ടനാണ്. ഞാൻ കുറച്ച് തിരക്കിലാണ്, കാരണം ഒരു ഭാഗത്ത് ഞാൻ ബിരിയാണിയും വെക്കുന്നുണ്ട്, ചിക്കൻ വേറെയും വെക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ടല്ല ബിരിയാണി വെക്കുക, ഇവർക്ക് സെപ്പറേറ്റ് കഴിക്കണതാണ് ഇഷ്ടം. അത് കാരണം അടുപ്പത്താണ് ബിരിയാണി വെച്ചേക്കുന്നത്. ഇത് ഗ്യാസിലും ഞാൻ വെച്ചു. അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുകയാണ്. ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആവാറായിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇതുപോലെ വഴറ്റിയിട്ട് കൊടുത്തൊരു പ്രത്യേക സ്വാദാണ്. വീട്ടിൽ ഞങ്ങളുടെ പപ്പായാണ് ഇതൊക്കെ റെഡിയാക്കുക. പപ്പയാണ് ബിരിയാണിയുടെ ആൾ. പപ്പ ബിരിയാണി വെച്ച് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വലിയച്ഛനും അച്ഛനും ചേട്ടനും അതുപോലെ തന്നെയാണ്. തമ്പുരു റെഡിയായോ എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം അവൾക്ക് റെഡിയാവണം, അപ്പം കഴിക്കണം എന്നാണ്. അത് വേവണം എന്നൊന്നും അവൾക്ക് അറിയത്തില്ല. ഇതാണ് അരി. ഏത് അരിയാണെന്നും അറിയില്ല. കുട്ടേട്ടൻ കടയിൽ ചെന്നിട്ട് ബിരിയാണി അരി വാങ്ങിയിട്ട് വന്നതാണ്. 4.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് കഴുകാൻ വേണ്ടി ഞാൻ അളന്നെടുക്കുകയാണ്. എനിക്ക് 2 ദിവസം മുന്നേ നല്ല പനിയായിരുന്നു. ഇപ്പോഴത്തെ പനിയുടെ പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് സൗണ്ടും പോവും. അങ്ങനെ സൗണ്ടൊക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അച്ഛമ്മയ്ക്ക് രാവിലെ തലതിരിച്ചിലും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടേക്കായിരുന്നു. അത് കാരണമാണ് ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും പോകാൻ സാധിക്കാഞ്ഞത്. ഇപ്പോൾ ആൾക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അത് ഇടയ്ക്കൊന്ന് പ്രഷർ കൂടും. അപ്പം പ്രഷറിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അരിയൊക്കെ കഴുകി ഏകദേശം അടുപ്പിൽ ഏകദേശം സെറ്റായി, മസാലയൊക്കെ പുരട്ടി. ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം കുറച്ച് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ രാത്രിത്തേക്ക് സെറ്റാക്കുകയും വേണ്ടേ. ഇപ്പോൾ ഏകദേശം 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇനി ദമ്മിടണം. അപ്പോഴേക്കിനും ഇപ്പുറത്തതാ ചിക്കൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നോക്കിക്കുക, നല്ല രസമല്ലേ. ഏട്ടന് നല്ല ഇഷ്ടമാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. ഞാൻ എൻ്റേതായ സ്റ്റൈലിലൊക്കെ തട്ടിക്കൂട്ടും. കുറച്ച് യൂട്യൂബൊക്കെ നോക്കും കേട്ടോ. എന്തെങ്കിലും ട്രിക്കൊക്കെ കിട്ടണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യാറ്. കുക്കിങ്ങൊക്കെ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് പഠിച്ചതൊന്നും അല്ല. കുക്കിങ്ങും ബിരിയാണി വെക്കാനൊക്കെ ഫുൾ യൂട്യൂബാണ്. ഇപ്പം കുക്കിംഗ് അറിയില്ലെങ്കിൽ സുഖമാണ്, യൂട്യൂബ് തുറന്ന് നമുക്ക് വേണ്ട റെസിപ്പി അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പലതരം ഏത് രീതിയിൽ വെക്കണമെന്ന് മാത്രം നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഹെൽപ്പുണ്ട്. ഞാനും അതിൻ്റെ ഒരാളായിരുന്നു. തമ്പുരു കുളിയൊക്കെ കഴിഞ്ഞതായത് കാരണം തലയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ മേക്കപ്പിലാണ്. മുടിയൊക്കെ ചീകലും തിരക്കൂട്ടലും കഴിക്കണം മുന്നേ റെഡി ആവുകയാണ്. ഹോംവർക്കൊക്കെ അത് കാരണം നേരത്തെ ചെയ്ത് തീർത്തു. സെറ്റായി. ഇനി നോക്കട്ടെ. ഏകദേശം വെന്തെല്ലാം ഓക്കെ ആയി, റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.